ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. അടുത്ത മെയ് 31-നകം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് തിരുവനന്തപുരത്ത് നടന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത്. തൂക്കുപാലത്തിൽ കമ്പകപ്പലകൾ സ്ഥാപിക്കുന്ന നടപടികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. ഇതിനായി പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ചിന്റെ പരിധിയിലുള്ള പ്രദേശത്തു നിന്ന് 50 ക്യൂബിക് മീറ്റർ കമ്പകത്തടി കണ്ടെത്തിയിട്ടുണ്ട്. 62 ക്യൂബിക് മീറ്റർ കമ്പകത്തടികളാണ് പാലത്തിന്റെ നവീകരണത്തിന് ആവശ്യമുള്ളത്. കണ്ടെത്തിയ കമ്പകത്തടികൾ പുരാവസ്തു വകുപ്പിന് കൈമാറാനും ബാക്കി വരുന്ന തടികൾ കൂടി ഉടൻ കണ്ടെത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. തൂക്കുപാലത്തിന്റെ രണ്ടാം ഘട്ട നവീകരണത്തിനായി 52 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 2 വർഷം മുമ്പ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും കമ്പകത്തടികളുടെ അഭാവം മൂലം നവീകരണം നീണ്ടുപോകുകയായിരുന്നു. 3 മാസം മുമ്പാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ കമ്പകത്തടികൾ കണ്ടെത്തിയത്. പീച്ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധന നടത്തി കമ്പകത്തടിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള തൂക്കുപാലത്തിൽ 2002-ൽ 35 ലക്ഷം രൂപ ചിലവഴിച്ച് നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളാണ് പാലത്തെ ദുരിതത്തിലാക്കിയത്. പാലത്തിൽ കമ്പകപ്പലക ഉപയോഗിക്കുന്നതിന് പകരം നിലവാരം കുറഞ്ഞ പലകകളാണ് സ്ഥാപിച്ചത്. ഇത് മാസങ്ങൾക്കുള്ളിൽ തന്നെ പൊളിഞ്ഞു വീഴുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.